ഭക്തിയുടെ പ്രതീകമായ ഗുരുവായൂരിലെ മഞ്ജുളാൽത്തറ അടിമുടി മാറ്റത്തിനൊരുങ്ങുന്നു. ആൽത്തറയിൽ ചിറക് വിടർത്തി നിൽക്കുന്ന ഗരുഡന്റെ ശില്പം മാറ്റിസ്ഥാപിക്കാനായി പൊളിച്ചു തുടങ്ങി. കിഴക്കുഭാഗത്തു നിന്ന് ഗുരുവായൂരിലെത്തുന്നവരെ സ്വാഗതം ചെയ്യുന്ന മഞ്ജുളാൽ പ്രസിദ്ധമാണ്. മഞ്ജുള എന്ന ബാലികയുടെ ഭക്തിയാണ് മഞ്ജുളാലിലൂടെ തലപൊക്കുന്നത്. നിത്യവും ഗുരുവായൂരപ്പന് മാല ചാർത്തിയിരുന്ന മഞ്ജുളയ്ക്ക് ഒരു ദിവസം അതിന് കഴിഞ്ഞില്ല. മഞ്ജുള എത്തുമ്പോഴേക്കും ക്ഷേത്രനട അടച്ചിരുന്നു. സങ്കടപ്പെട്ടിരിക്കുന്ന കുട്ടിയോട് ആ മാല ആലിൽ ചാർത്താൻ അതുവഴി വന്ന പൂന്താനം നമ്പൂതിരിയെ ആവശ്യപ്പെട്ടു. പൂന്താനത്തിന്റെ നിർദ്ദേശപ്രകാരം മഞ്ജുള ആ മാല ആലിൽ ചാർത്തി വീട്ടിലേക്ക് മടങ്ങി. പിറ്റേന്ന് നിർമ്മാല്യ ദർശനത്തിനായി ക്ഷേത്രനട തുറന്ന് മേൽശാന്തി വിഗ്രഹത്തിലെ മാലകൾ നീക്കം ചെയ്തു തുടങ്ങി. എന്നാൽ ഒരു മാല മാത്രം നീക്കം ചെയ്യാൻ കഴിഞ്ഞില്ല. ഈ സമയത്ത് അവിടെ എത്തിയ പൂന്താനം അത് തലേ ദിവസം മഞ്ജുള ആലിൽ ചാർത്തിയ മാലയാണെന്ന് തിരിച്ചറിഞ്ഞു. ഈ വിവരം മേൽശാന്തി അടക്കമുള്ളവരെ ധരിപ്പിക്കുകയും ചെയ്തു. ഈ ഐതിഹ്യമാണ് മഞ്ജുളാൽ എന്ന പേരിന് കാരണമായത്. മഞ്ജുളാലിന് പ്രൗഢിയേകുന്നത് ആൽത്തറയിലെ ഗരുഡ പ്രതിമയാണ്. 55 വർഷം മുമ്പ് കോയമ്പത്തൂർ സ്വദേശി കൃഷ്ണനാണ് കോൺക്രീറ്റിൽ ഗരുഡ പ്രതിമ നിർമ്മിച്ചത്. ഇതുമാറ്റി വെങ്കല പ്രതിമയാണ് സ്ഥാപിക്കുന്നത്. നിലവിലുള്ള ഗരുഡന്റെ അതേ അളവും രൂപഭാവവും മാറാതെ കളിമണ്ണിൽ നിർമ്മിച്ച പ്രതിമയിൽ വെങ്കലം പൊതിയുകയാണ് ചെയ്യുന്നത്. കണ്ണൂർ സ്വദേശിയായ ശില്പി കാനായി ഉണ്ണിയാണ് ഇത് നിർമ്മിക്കുന്നത്. 8 അടി നീളവും 16 അടി വീതിയുമുള്ള ഗരുഡ പ്രതിമയ്ക്ക് 4000-ഓളം കിലോ ഭാരം വരും. മഞ്ജുളാൽത്തറ കരിങ്കൽ പാളി കൊണ്ട് ഉയർത്തിക്കെട്ടും. ആലിന് പടിഞ്ഞാറ് ഭാഗത്തെ കുചേലന്റെ ശില്പവും മാറ്റിപ്പണിയും. നവീകരണം പൂർത്തിയാകുന്നതോടെ മഞ്ജുളയുടെ പ്രതിമയും സ്ഥാപിക്കും. 1 കോടി രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത്. പറവൂർ സ്വദേശി വേണു കുന്നപ്പിള്ളിയുടെ വഴിപാടാണിത്. വിഷുവിന് ഗുരുവായൂരിലെത്തുന്നവരെ വരവേൽക്കുന്നത് വെങ്കല പ്രതിമയായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. CCTV ന്യൂസ്, ഗുരുവായൂർ.